പശ്ചിമേഷ്യൻ കടലിടുക്കുകളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയ ആ പുതിയ ഉപരോധം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. ഇറാനിലേക്കുള്ള എല്ലാ കപ്പലുകളെയും ഇറാനിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകളെയും തടഞ്ഞു വെക്കാനുള്ള വാഷിംഗ്ടണിന്റെ തീരുമാനം കേവലം ഒരു സാമ്പത്തിക നീക്കമല്ല, മറിച്ച് ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമായിട്ടാണ് നയതന്ത്ര ലോകം കാണുന്നത്. സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാന്റെ സാമ്പത്തിക ജീവനാഡികൾ അറുത്തുമാറ്റാനാണ് ട്രംപ് ഭരണകൂടം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തെ ആകെ മുൾമുനിയിൽ നിർത്തിക്കൊണ്ടുള്ള ഈ കടന്നാക്രമണം പശ്ചിമേഷ്യയെ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇറാൻ പതാകയേന്തിയ കപ്പലുകൾ അമേരിക്കൻ സൈന്യം ബലമായി പിടിച്ചെടുക്കാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര നാവിക നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ഉപരോധം തികച്ചും നിയമവിരുദ്ധമാണെന്നും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ടെഹ്റാൻ തുറന്നടിച്ചു കഴിഞ്ഞു. നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണിതെന്ന് ഇറാൻ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. സമാധാനം നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പുറകിൽ നിന്നുള്ള ഈ കുത്ത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ സൈനിക നേതൃത്വം. അമേരിക്കയുടെ ഈ നീക്കം ആഗോള ഊർജ്ജ വിപണിയെ വല്ലാതെ ഉലച്ചു കഴിഞ്ഞു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന പാതയിൽ ഉപരോധം ഏർപ്പെടുത്തിയത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിതരണ ശൃംഖലകൾ തടസ്സപ്പെട്ടതോടെ പല രാജ്യങ്ങളും ആശങ്കയിലാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഈ തീരുമാനം ലോകത്തെ ഒരു വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. കടലിലെ ഈ പോരാട്ടം വെറുമൊരു കപ്പൽ പിടിച്ചെടുക്കലല്ല, മറിച്ച് വൻ ശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറുകയാണ്. റഷ്യ ഇതിനോടകം തന്നെ അമേരിക്കയുടെ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധമായ ഈ ഉപരോധത്തിനെതിരെ തുല്യമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന റഷ്യയുടെ മുന്നറിയിപ്പ് ഗൗരവകരമാണ്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കൻ കപ്പലുകൾക്ക് മേൽ റഷ്യൻ നിരീക്ഷണവും പ്രതിരോധവും ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുക എന്നതിലുപരി അവരെ ഒരു നയതന്ത്ര കീഴടങ്ങലിന് നിർബന്ധിതരാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്ന് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ തെളിയിക്കുന്നു. സ്വന്തം തീരത്ത് ഉപരോധം നേരിടേണ്ടി വരുമ്പോൾ തിരിച്ചടിക്കാനായി ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടാൻ ഇറാൻ മടിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ നാവിക യുദ്ധത്തിന് ഈ കടലിടുക്ക് സാക്ഷിയാകും. യുദ്ധക്കപ്പലുകളും മിസൈലുകളും ഹോർമുസ് കടലിടുക്കിൽ അണിനിരന്നു കഴിഞ്ഞു. ഏത് നിമിഷവും ഒരു മിസൈൽ വിക്ഷേപണം നടന്നേക്കാമെന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ സൈനികരും. സമാധാന കരാറുകൾ വിസ്മരിക്കപ്പെടുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ പുതിയ യുദ്ധമുഖം പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിയെഴുതാൻ പോന്നതാണ്. ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ നയതന്ത്ര വഴികളെല്ലാം അടഞ്ഞു കഴിഞ്ഞു. അമേരിക്കൻ പൗരന്മാരോടും ഉദ്യോഗസ്ഥരോടും മേഖല വിടാൻ നിർദ്ദേശിച്ചതിന് പിന്നാലെ വന്ന ഈ ഉപരോധം വരാനിരിക്കുന്ന ഒരു വലിയ ആക്രമണത്തിന്റെ തയ്യാറെടുപ്പായി വേണം കാണാൻ. ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് വർദ്ധിച്ചതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പൂർണ്ണമായും ഭീഷണിയിലായി. പല വാണിജ്യ കപ്പലുകളും ഈ പാത ഒഴിവാക്കി സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ആത്യന്തികമായി സാധാരണക്കാരന്റെ പോക്കറ്റിനെ ബാധിക്കുന്ന വിലക്കയറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഉയരുന്ന ഓരോ വാർത്തയും ലോകത്തെ നടുക്കുന്നതാണ്. ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അമേരിക്കയുടെ പിടിവാശിയും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ സമാധാനം എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറുന്നു. വെടിനിർത്തൽ നീട്ടാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടത് ഈ ഉപരോധം മൂലമാണെന്ന് നിരീക്ഷകർ പറയുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചതികളാണ് ഓരോ നിമിഷവും പശ്ചിമേഷ്യൻ മണ്ണിലും കടലിലും അരങ്ങേറുന്നത്. റഷ്യയുടെ കടുത്ത പ്രസ്താവന കൂടി വന്നതോടെ ഇതൊരു ആഗോള യുദ്ധമായി മാറാനുള്ള സാധ്യത വർദ്ധിച്ചു. അമേരിക്കയുടെ നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് തിരിച്ചടി നൽകാൻ റഷ്യൻ നാവികസേന തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പെന്റഗണിനെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം എടുത്ത ഈ കടുത്ത തീരുമാനം അമേരിക്കയെ തന്നെ ഒരു പ്രതിരോധത്തിലാക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തുന്നത്. ലോകം ഇപ്പോൾ ശ്വാസം അടക്കി പിടിച്ച് ഹോർമുസ് കടലിടുക്കിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ വീഴുന്ന ഓരോ തുള്ളിച്ചോരയും ലോകമഹായുദ്ധത്തിന്റെ വിത്തുപാക്കിയേക്കാം. അമേരിക്കയുടെ ഈ നാവിക ഉപരോധം വെറുമൊരു സാമ്പത്തിക സമ്മർദ്ദമല്ല, മറിച്ച് മാനവരാശിയെ തന്നെ വലിയൊരു വിനാശത്തിലേക്ക് നയിക്കുന്ന ഒരു ചതിക്കുഴിയാണ്. ഈ കൊടുങ്കാറ്റിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.